അനന്തമായ പച്ചപ്പിന്റെ വന്യ സൗന്ദര്യത്തിൽ പ്രകൃതിയോട് ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു ജനതയുണ്ട്. മനുഷ്യന്റെ കയ്യൊപ്പുകൾ അധികം പതിയാത്ത നിഗൂഢതകൾ ഒളിപ്പിച്ച ആ മലനിരകളുടെ ഹൃദയഭാഗത്താണ് കോവിൽമല എന്ന ഈ ഗോത്രഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മന്നാൻ സമുദായക്കാരാണ് കോവിൽമലയിലെ പ്രധാന താമസക്കാർ. മലനിരകളിലെ കാർഷികവൃത്തിയെയും പ്രകൃതിയെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനം. അവരുടെ ജീവിതം പോലെ തന്നെ ലാളിത്യവും തനിമയും നിറഞ്ഞതാണ് അവരുടെ കലകളും സംസ്കാരവും. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാറിനടുത്തുള്ള ഈ പ്രദേശം കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ തനതായ ഒരു സ്ഥാനം അടയാളപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കലാരൂപത്തിലൂടെയാണ്. മണ്ണാങ്കൂത്ത്. മണ്ണാങ്കൂത്ത് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരുപക്ഷേ അപരിചിതത്വം തോന്നാം. മണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. തലമുറകളായി കൈമാറിവരുന്ന ഈ കലയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. தாமவிளக்கிறேன் சாந்தாட்டு நின்றும் நடுவிளக்கிறேன் நடாணி ஐயப்பனென்றும் பாடிக்கொண்டே പ്രധാനമായും ഗ്രാമങ്ങളിലെയും ഊരുകളിലെയും ക്ഷേത്രോത്സവങ്ങളോടും പൂരങ്ങളോടും ചേർത്താണ് ഈ കൂത്ത് അവതരിപ്പിക്കുന്നത്. ഇത് വെറുമൊരു നൃത്തനൃത്യങ്ങളല്ല, മറിച്ച് പൂർവികരുടെ ഓർമ്മകളെയും ഐതിഹ്യങ്ങളെയും ജീവിതരീതികളെയും അരങ്ങിലെത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രകാശനം കൂടിയാണ്. മുഖത്തെഴുത്തും മെയ്യലങ്കാരവും ഈ കലാരൂപത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഓരോ നിറത്തിനും ഓരോ പ്രതീകാത്മകതയുണ്ട്. ഓരോ കിരീടത്തിലും പരമ്പരാഗതമായ കലാരൂപങ്ങളുടെ സ്വാധീനം കാണാം. പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് വലിയ ശ്രദ്ധയോടെയാണ് ഓരോ വേഷവും അണിയുന്നത്. ഇതൊരു വേഷപ്പകർച്ച മാത്രമല്ല, ഒരു പുനർജനനം കൂടിയാണ്. രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് ചെണ്ടയുടെ താളം ഉയരുമ്പോൾ മണ്ണാങ്കൂത്ത് ജീവൻ വെക്കുകയാണ്. അഗ്നിയുടെയും വെളിച്ചത്തിന്റെയും അകമ്പടിയിൽ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും നിറവ് പേര് കലാകാരന്മാർ അരങ്ങിൽ നിറഞ്ഞാടുന്നു. ഓരോ ചുവടിലും ഓരോ കഥയുണ്ട്.
ഓരോ പാട്ടിലും ഒരു തലമുറയുടെ അനുഭവങ്ങളുണ്ട്. ഹാസ്യവും ഭക്തിയും ജീവിത യാഥാർത്ഥ്യങ്ങളും ഇഴചേർന്നു. ഈ കൂത്ത് പ്രേക്ഷക മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഇത് വെറുമൊരു പ്രകടനം മാത്രമല്ല, ഒരു ജനതയുടെ ജീവൻ തുടിക്കുന്ന സംസ്കാരത്തിന്റെ നേർക്കാഴ്ചയാണ്. കോവിൽമലയിലെ മണ്ണാങ്കൂത്ത് വെറുമൊരു കലാരൂപമല്ല, അത് ഒരു ജനതയുടെ ആത്മാവാണ്, അവരുടെ ചരിത്രമാണ്, സംസ്കാരമാണ്. ഈ കലാരൂപം നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ മായാതെ ഈ താളവും ചുവടുകളും തലമുറകളോളം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.